ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നൊരു സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വ്ലോഗാണ്. ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല, ഷാരു ആണ്. അതും ഷാരുന്റെ സ്പെഷ്യൽ ചിക്കൻ ദം ബിരിയാണി. ഇതിന്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ജീരകശാല റൈസ് കഴുകിയിട്ട് കുതിരാൻ മാറ്റി വെക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ട് ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഉള്ളിയിട്ട് പൊരിച്ചെടുക്കണം. ഈ ഉള്ളി പൊരിക്കുന്ന മണം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഷാരുവിന്റെ അടുത്ത് വന്ന് ഇങ്ങനെ കറങ്ങി കറങ്ങി നിപ്പുണ്ട്. കാരണം ഈ ചൂടോടുള്ള ഉള്ളി തിന്നുന്നത് എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഉള്ളി പൊരിച്ചു മാറ്റി അതിനുശേഷം നട്ട്സും മുന്തിരിയും എല്ലാം പൊരിച്ചു മാറ്റി എൻ്റെ സൗകര്യത്തിന് അവിടെ വെച്ച് തന്നു. ഞാനിങ്ങനെ അത് വാരി വാരി തിന്നുന്നുമുണ്ട്, എനിക്ക് ഷാരുവിൻ്റെ നിന്ന് കിട്ടുന്നുമുണ്ട്. അപ്പൊ ഷാരു ഇനി ചിക്കന്റെ ആ ഒരു മസാല സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം ഒരു പാനിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് എൻ്റെ അടുത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് തരാൻ പറഞ്ഞ് ഞാൻ അതൊക്കെ ഒന്ന് ചതച്ച് അല്ലറ ചില്ലറ ഹെൽപ്പൊക്കെ ചെയ്ത് ഞാനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് ചതച്ചു കൊടുത്തു. അത് ആ വഴറ്റിയ ഉള്ളിയിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് ആ ഒരു പച്ചമണം മാറുമല്ലോ, ആ സമയത്ത് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്തു. എന്നിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് എൻ്റെ അടുത്ത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് സെറ്റാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഈ തക്കാളി നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ അതിൽ ഗരം മസാലയും പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റി അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ പീസും കൂടി ആ ഒരു മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി എനിക്ക് അടുത്ത പണി എന്നത് തൈര് എടുത്തിട്ട് വരാനാണ്. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു പണിയായിരുന്നു. കാരണം തൈര് വെറുതെ കുടിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ തൈര് കുടിക്കുന്നുണ്ട്, ഷാരുവിനും കൊടുത്തപ്പോൾ പിന്നെ ഒന്നും പറയത്തില്ലല്ലോ. എന്നിട്ട് ആ ഒരു മസാലയിൽ തൈരും മല്ലിയിലയും പിന്നെ ബാക്കി പൊടിച്ച ആ ഒരു പെരിഞ്ജീരകപ്പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അത് നന്നായിട്ട് കുക്ക് ചെയ്തു. കുക്ക് ചെയ്തതിന് ശേഷം ആ പൊരിച്ച ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇതിന്റെ മേലെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെച്ചേ. അങ്ങനെ ബിരിയാണിയുടെ മസാലയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ റൈസും കൂടെ കുക്ക് ചെയ്താൽ മതി. അപ്പൊ അതിന് മുമ്പായിട്ട് ഷാരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് ചിക്കനിൽ വെക്കുന്നുണ്ട്. ഞാനിപ്പോ ആ സൈഡിൽ നിന്നിട്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഈ സാലഡ് ഉണ്ടാക്കാൻ വലിയ കാര്യമൊന്നുമില്ല, കണ്ണി കണ്ട പച്ചക്കറികളെല്ലാം വെട്ടി എരിഞ്ഞിടുക, അത്രേ ഉള്ളൂ. അപ്പൊ കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട്, സവോള, പിന്നെ മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഉപ്പ്, വിനാഗിരി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാലഡ് സെറ്റായി. അപ്പൊ ഞങ്ങൾ ഈ ഒരു സാലഡ് ഇങ്ങനെ അവിടെ നിന്ന് തന്നെ കഴിക്കുന്നുണ്ട്. മിക്കവാറും ബിരിയാണിയുടെ കൂടെ ഇത് തികഞ്ഞു പോകത്തില്ല, അതിന് മുമ്പ് തീർന്നു പോവും. അപ്പൊ ഷാരുദാ ഇനി റൈസിന്റെ പരിപാടിയിലോട്ട് കടക്കുക കേട്ടോ. ഒരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ സവാള ഇട്ട് കൊടുത്തു. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അതൊക്കെ. എന്നിട്ട് നമ്മൾ നേരത്തെ ആ സോക്ക് ചെയ്ത് വെച്ച ആ ജീരകശാല റൈസും കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം എന്ന് പറയുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ഈ ഒരു കണക്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈസ് നല്ല അടിപൊളിയായിട്ട് കിട്ടും. റൈസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഷാരൂനും ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിലും ഈ റൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇനി നമുക്ക് മസാല, നേരത്തെ നമ്മൾ ചിക്കൻ്റെ മസാല സെറ്റ് ചെയ്തല്ലോ, ഈ ഒരു മസാല തുറന്നിട്ട് അതിലേക്ക് ഈ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ ലെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഷാരു ദാണ്ട് ദം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഉള്ളിയും പിന്നെ ആ നട്ട്സും മുന്തിരിയും എല്ലാം ഇട്ട് കൊടുക്കണം. അവിടെ നിന്ന് ഞാൻ പോയി പറക്കി തിന്നുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ സമയം കൊണ്ട് ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ഷാരു ദാ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനും പോയിട്ടുണ്ട്. അപ്പം നല്ല ചൂട് തിളച്ച എണ്ണയിൽ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കൻ പീസസ് ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഷാരുവിൻ്റെ ചിക്കൻ ഫ്രൈ മസ്റ്റ് ട്രൈ ആണ്, ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഇങ്ങനെ കുഞ്ഞി കുഞ്ഞി പീസായിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ്, ഭയങ്കര ടേസ്റ്റ് ആണ് അതിന്. അങ്ങനെ ചിക്കനൊക്കെ പൊരിച്ചതാ എടുത്ത് ഞാൻ അവിടെ പ്ലേറ്റും കൊണ്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് ചിക്കൻ ഫ്രൈ കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്കിങ്ങനെ ചൂടോടെ അവിടെ നിന്ന് എല്ലാം എനിക്ക് ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ ഒക്കെ കഴിച്ച് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഞാനിത് കൂടെ കൂടെ ഷാരൂനൊക്കെ ഉണ്ടാക്കിപ്പിച്ച് വെറുതെ ഒക്കെ ഇരിക്കുമ്പോൾ കഴിക്കാറുണ്ട്. അങ്ങനെ ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ച് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തെല്ലാം വന്നപ്പം നമ്മുടെ ബിരിയാണിയുടെ നിന്നൊരു മണം അങ്ങോട്ട് വന്നു. അങ്ങനെ ദമ്മൊക്കെ നമ്മൾ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് ബിരിയാണി പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാനൊരു കുഞ്ഞി സ്പൂണൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉയ്യോ, ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ബിരിയാണി പിന്നെ ഒന്നും കൂടി ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലാണ് ഫ്ലേവർ ഇറങ്ങുക എന്ന് പറയും. പക്ഷെ ഇപ്പൊ തന്നെ സെറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നില്ല, അത്രയ്ക്കും
അടിപൊളി ബിരിയാണി ആയിരുന്നു. എന്നിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് ചൂടോടെ ആ ബിരിയാണിയും പിന്നെ ഒരു 2 പീസ് ചിക്കൻ ഫ്രൈയും പിന്നെ എൻ്റെ സ്പെഷ്യൽ സാലഡും എല്ലാം കൂടി അങ്ങോട്ട് വെച്ചിട്ട് ചൂടോടെ ഞങ്ങൾ കഴിച്ചു. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.